സംസ്ഥാനത്തെ എല്ലാ വീടുകളിലും 2 വർഷത്തിനകം പൈപ്പിലൂടെ കുടിവെള്ളം എത്തുമെന്ന് ജലവിഭവ മന്ത്രി റോഷി അഗസ്റ്റിൻ. വർക്കല നിയോജക മണ്ഡലം നവകേരള സദസ്സിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നവകേരള സദസ്സിലൂടെ കേരളത്തിന് പുത്തനുണർവ് സമ്മാനിക്കുകയാണ്. നാടിന്റെ പ്രശ്നങ്ങൾ ഉന്നയിക്കുവാനുള്ള വേദിയാണിത്. സർക്കാർ ജനങ്ങളിലേക്ക് വരുമ്പോൾ ബഹിഷ്കരണാഹ്വാനം നടത്തുന്നത് ശരിയല്ല. അത്തരം ആളുകൾ ജനങ്ങളിൽ നിന്നും ഒറ്റപ്പെടുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു പുത്തൻ ഉണർവും ഉന്മേഷവും നൽകുന്ന ഒരുപക്ഷെ കേരള ജനത ആദ്യമായി ദർശിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ നവകേരള സദസ്സിനുള്ളത്. നമ്മുടെ രാജ്യത്ത് തന്നെ ഒരുപക്ഷെ ഇങ്ങനെയൊരു സാഹചര്യം ഇതിനു മുൻപുണ്ടായിട്ടുണ്ടെന്ന് കരുതാൻ കഴിയുകയില്ല. അത്രത്തോളം ജനങ്ങൾ അതിനെ സ്വീകരിക്കുന്നുണ്ട്. കാസർഗോഡ് ജില്ലയിലെ മഞ്ചേശ്വരത്ത് ആരംഭിച്ചതു മുതൽ വർക്കല വരെ എത്തി നിൽക്കുമ്പോൾ 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്ത് പ്രവേശിച്ചു. എല്ലാ സദസ്സുകളിലും കാണുന്നത് ആയിരക്കണക്കിന് ആൾക്കാർ ഒഴുകിയെത്തുന്ന രംഗമാണ് കാണാൻ സാധിക്കുന്നത്. കേരളത്തിൻ്റെ വികസന സാധ്യതകൾക്ക് നൽകുന്ന അംഗീകാരമാണ്. ജനങ്ങളുടെ പിന്തുണയും പിൻബലവും ഒരു ഗവൺമെൻറ് നേരിട്ട് ദർശിക്കുന്നു. അഭിമാനകരമായിട്ടുള്ള ആ മാറ്റം കേരളത്തിൽ സംഭവിക്കുമ്പോൾ ഈ നവകേരള സദസ് എന്തിനു വേണ്ടി എന്ന നിലയിൽ ചോദ്യം ഉന്നയിക്കുന്ന ഒറ്റപ്പെട്ട ചില സ്വരം ഉയർന്നു വരുന്നത് ശ്രദ്ധയിലുണ്ടാകും. അതെന്തിനെന്ന് ആർക്കും മനസ്സിലായിട്ടില്ല. ഒരു ഗവൺമെൻറ് ജനങ്ങൾക്കിടയിലേക്ക് വരികയാണ്. ഇതൊരു സുപ്രഭാതത്തിൽ തീരുമാനിച്ച് ഇറങ്ങിയതല്ല. ഈ ഗവൺമെൻറ് വന്നത് മുതലുള്ള നാൾ വഴികൾ എടുത്ത് പരിശോധിച്ചാൽ അത് കാണാൻ സാധിക്കും. കെട്ടിക്കിടക്കുന്ന ഫയലുകൾ തീർപ്പാക്കാൻ ശ്രമിച്ചു. ആ ഫയലുകളിൽ ഉറങ്ങുന്നത് ഓരോരുത്തരുടെയും ജീവിതമാണെന്ന ബോധ്യം ബഹുമാന്യനായ മുഖ്യമന്ത്രിക്കുണ്ടായിരുന്നു. അങ്ങനെ ഡിപ്പാർട്ട്മെൻറ്റ് തലത്തിൽ ഫയൽ തീർപ്പ് വർക്ക്ഷോപ്പുകൾ നമ്മൾ നടത്തുകയുണ്ടായി. വലിയ രീതിയിൽ അതിന് നേട്ടമുണ്ടാകാനായിട്ട് സാധിച്ചു. ഏത് മേഖലയെടുത്താലും സർക്കാർ സമഗ്രമായ മുന്നേറ്റമാണ് ഉണ്ടാക്കിയത്. പ്രാഥമിക വിദ്യാഭ്യാസ മേഖലയും ഉന്നത വിദ്യാഭ്യാസ മേഖലയും ഉയർന്ന നിലവാരത്തിലെത്തി. വിദേശ രാജ്യങ്ങളിലെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കാൻ വരികയാണ്. ആരോഗ്യ മേഖലയിലും വൻ മുന്നേറ്റമാണ് നമ്മൾ ഉണ്ടാക്കിയത്. കോവിഡ് കാലത്ത് ഒരാൾ പോലും പട്ടിണി കിടക്കുന്നില്ലെന്ന് ഉറപ്പാക്കി അത്ഭുതം സൃഷ്ടിച്ച സർക്കാരാണിത്. ശിവഗിരിയിൽ നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ സർക്കാരിന്റെ കാലത്ത് നടപ്പാക്കിയത്. ശിവഗിരി തൊടുവെ പാലത്തിന്റെ നിർമ്മാണത്തിന്റെ ഭരണാനുമതി നൽകുവാൻ മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. ഇത് ഈ മേഖലയിൽ വലിയ നേട്ടമുണ്ടാക്കുമെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം. തങ്കമാണു നീ, Be a Rajakumari. Rajakumari Gold and Diamonds. The trust of Travancore. Rajakumari.